നമസ്തേ. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? ഒരിടത്ത് ഒരു സാധു സ്ത്രീയായ ഒരു വീട്ടമ്മ. ആ വീട്ടമ്മയെ അവരുടെ ഭർത്താവ് കഠിനമായ പരുഷവാക്കുകളാൽ ശാസിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതിന് കാരണമായി പറയുന്നത്, ഗൃഹനാഥൻ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ഒരപരിചിതൻ വീട്ടിലേക്ക് വരികയും അയാളോടൊപ്പം ഈ ഗൃഹനാഥ രമിക്കുകയും ചെയ്തു. പുറത്തുനിന്ന് വന്ന ഗൃഹനാഥൻ നോക്കുമ്പോൾ തൻ്റെ ഭാര്യയെ പ്രാപിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങുന്ന ഒരപരിചിതനെ കാണുന്നു. കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം അപരിചിതന് കൊടുക്കേണ്ടത് കൊടുത്തു. പിന്നെയോ ബാക്കി തൻ്റെ ധർമ്മബദ്ധിക്കും കൊടുത്തു. എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും. രാമായണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ കാണുന്ന മനോഹരവും അത്യുജ്വലവും അതിഗംഭീരവുമായ ഒരു സന്ദർഭമാണ് ഗൗതമ മഹർഷിയുടെയും അഹല്യാദേവിയുടെയും ജീവിത സന്ദർഭം. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ യാഗം സംരക്ഷിക്കുവാനായി ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണകുമാരനും വനത്തിലേക്കെത്തുമ്പോൾ, യാത്രാമധ്യേ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലേക്കെത്തുമ്പോൾ അതിൻ്റെ വിശേഷണം പറഞ്ഞറിയിക്കുന്നു വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രനോട്. പിന്നീടോ ആ പർണശാലയിൽ കല്ലായി കിടക്കുന്ന അഹല്യയുടെ രൂപത്തെ കാണിക്കുന്നു. എങ്ങനെയാണ് ഈ അമ്മ കല്ലായത് എന്ന് ശ്രീരാമചന്ദ്രൻ ചോദിക്കുമ്പം വിശ്വാമിത്രൻ അതിന് കൃത്യമായ കഥ വിവരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ സാഹചര്യവും സന്ദർഭവും വിവരിച്ചു കൊടുക്കുന്നു. വിവരിച്ചു കൊടുത്തപ്പോൾ ഗൗതമ മഹർഷി അറിവിൻ്റെ നിറകുടമാണ്. സാധാരണയുള്ള ഋഷിപ്രവരന്മാരെക്കാൾ സർവജ്ഞാനിയാണ്. അങ്ങനെയുള്ള അദ്ദേഹം തൻ്റെ രൂപം ധരിച്ച് മറ്റൊരാൾ വന്നു, താനാണെന്ന് ധരിച്ചുകൊണ്ട് തൻ്റെ പത്നി അദ്ദേഹത്തോടൊപ്പം രമിച്ചു. അവിടെ ഭാര്യ എങ്ങനെ കുറ്റക്കാരിയാകും? അവരുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ അവരെ ശപിച്ചത്? എന്തൊരു സ്വാർത്ഥതയാണ്. ഇന്നത്തെ ലോകത്താണെങ്കിൽ പ്രതിഷേധ പ്രകടനമൊക്കെ നടന്നേനെ, ഭാര്യയുടെ ഭാഗം കാണുവാൻ 1000 ആളുകൾ വന്നേനെ. ഈ സംശയം ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ അതിൻ്റെ ഉത്തരം പറയുന്നു. ഒരു ദിനം അർദ്ധരാത്രിക്ക് ശേഷം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണ്ടാകുന്ന പക്ഷികളുടെ കളകൂജനങ്ങൾ കേട്ട്, കോഴി കൂവുന്നത് കേട്ട് നേരം പുലർന്നു എന്ന് തെറ്റിദ്ധരിച്ച ഗൗതമ മഹർഷി സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ ചെയ്യുന്നതിലേക്കായി കുളിക്കുവാൻ വേണ്ടി നദിയിലേക്ക് യാത്രയാകുന്നു. ഗൗതമ മഹർഷി നദിയിലേക്ക് പോയ തക്കം പാർത്ത് ഗൗതമ മഹർഷിയുടെ രൂപം ധരിച്ച് ദേവേന്ദ്രൻ, ആ പേര് പ്രത്യേകം ശ്രദ്ധിച്ചോണേ, ദേവന്മാർക്ക് മുഴുവൻ ഇന്ദ്രനാകേണ്ടവൻ, മാതൃകയാകേണ്ടവൻ, സത്യസന്ധതയോടും ധർമ്മതൽപരയോടും പ്രവർത്തിക്കേണ്ടവൻ. നോക്കുക, അന്യൻ്റെ പത്നിയായ, അതും ലോകം മുഴുവൻ ആദരിക്കുന്ന ഗൗതമ മഹർഷിയുടെ പത്നിയുടെ സൗന്ദര്യത്തിൽ മതോന്മത്തനായി, വിവശനായി ആ ഗൗതമ മഹർഷിയുടെ രൂപം ധരിച്ചുകൊണ്ട് ഗൗതമ മഹർഷി പ്രഭാതമായി എന്ന് തെറ്റിദ്ധരിച്ച് നദിയിലേക്ക് കുളിക്കാൻ പോയ അവസരം പാർത്ത് ഗൗതമ മഹർഷിയുടെ പർണശാലയിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ അഹല്യാദേവിയോടൊപ്പം ശയിക്കുകയും ചെയ്യുന്നു. അഹല്യാദേവിയെ പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും തനിക്ക് തെറ്റ് സംഭവിച്ചതാണ്, നേരം പുലർന്നിട്ടില്ല, പാതിരാവ് കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് മടങ്ങിപ്പോയി പിന്നീട് വരാമെന്ന് ധരിച്ച് നദീതീരത്തെ നിന്ന് മടങ്ങി ഗൗതമ മഹർഷി പർണശാലയിലേക്ക് വരുമ്പോൾ തൻ്റെ രൂപം ധരിച്ച ഒരു മനുഷ്യൻ ആ പർണശാലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ മനുഷ്യരോടൊപ്പം പുറത്തേക്ക് വന്ന തൻ്റെ പത്നിയെ ദർശിച്ചപ്പോൾ നടക്കുവാൻ പാടില്ലാത്തത് നടന്നിരിക്കുന്നു എന്ന ബോധം കൃത്യമായി തന്നെ ഗൗതമ മഹർഷിക്ക് വന്നു. ഗൗതമ മഹർഷിക്കല്ല, നമ്മൾക്കാണെങ്കിലും വരും. ഉടൻ തന്നെ ക്ഷുഭിതനായ ഗൗതമ മഹർഷി ആ അപരിചിതനായ വ്യക്തിയോട് ചോദിക്കുന്നു, ആരാണ് നീ? സത്യം പറഞ്ഞില്ല എങ്കിൽ എൻ്റെ ശാപത്താൽ നിന്നെ ഞാൻ ഭസ്മമാക്കുമെന്ന് പറയുമ്പോൾ, പറഞ്ഞത് ഗൗതമനാണ്, സത്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ താൻ ഭസ്മമാകുമെന്ന് ബോധ്യം വരുന്ന ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ പാദങ്ങൾ വീണ് മാപ്പിരക്കുന്ന, ഒരു തെറ്റുപറ്റിപ്പോയി, അബദ്ധം സംഭവിച്ചു, ഞാൻ ദേവേന്ദ്രനാണ്, എന്നോട് പൊറുക്കണമെന്ന് പറയുമ്പോൾ, നോക്കുക എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത്, തെറ്റുപറ്റിപ്പോയി പൊറുക്കണമെന്ന്. എങ്ങനെ പൊറുക്കും? എങ്കിലും നമ്മളെക്കാൾ ക്ഷമാശീലനായിരുന്നു ആ താപസ ശ്രേഷ്ഠൻ. അതുകൊണ്ട് ഗൗതമ മഹർഷി കൊല്ലാനൊന്നും നിന്നില്ല, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാനും നിന്നില്ല. പിന്നെ എന്ത് ചെയ്തു? നീ സഹസ്രഭകനായി മാറട്ടെ എന്ന് ശാപം കൊടുത്തു. കിട്ടിയ ശാപം മേടിച്ചുകൊണ്ട് ദേവേന്ദ്രൻ അങ്ങ് പോയി. പിന്നീട് തൻ്റെ ധർമ്മപത്നിയെ നോക്കുമ്പോൾ അഴിഞ്ഞുളഞ്ഞ മുടികളും അലക്ഷണമാക്കപ്പെട്ട പൊട്ടുകളാലും എന്തു പറയണമെന്നറിയാതെ ആകെ സങ്കടഗ്രസ്തയായി നിൽക്കുന്ന തൻ്റെ ധർമ്മപത്നിയെ നോക്കി ഗൗതമൻ പറയുന്നു, നീ ഉത്തമയായ ഒരു ഭാര്യയല്ല,
നീ ഉത്തമയായ ഒരു ഭാര്യ ആയിരുന്നെങ്കിൽ ഇപ്രകാരം സംഭവിക്കില്ല. എത്ര ദുസ്വഭാവിയാണെങ്കിലും, പരുക്കനാണെങ്കിലും, ക്ഷിപ്രകോപിയാണെങ്കിലും ഏതൊരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അങ്ങനെ കഴിയാത്തവർ ഭാര്യയല്ല. ഒരു സ്പർശനം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ പോലും ഭാര്യയ്ക്ക് മറ്റാരെയും അറിഞ്ഞില്ലെങ്കിലും ഭർത്താവിനെ അറിയാം. ഒന്ന് സ്പർശിക്കുന്ന മാത്രയിൽ തന്നെ അറിയാം. അങ്ങനെ അറിയുന്നവളെ ഭാര്യയാകുന്നുള്ളൂ. മറ്റേത് കേവലമായ നടനമാണ്, നാട്യമാണ്. ഉത്തമയായ ഒരു പത്നി തീർച്ചയായും പതിയെ അറിഞ്ഞിരിക്കണം. പതിയും അപ്രകാരമാണ്. തൻ്റെ പത്നിയുടെ വേഷം ധരിച്ച് ഒരുവൾ വന്നാൽ ഇവൾ തൻ്റെ പത്നിയല്ല എന്ന് പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഉത്തമനായ പതിക്ക്. ഇത് ലോകതത്വമാണ്, പരമമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമൻ പറയുന്നു, നീ ഉത്തമയായ പത്നിയല്ല. നീ ഉത്തമയായ പത്നി ആയിരുന്നുവെങ്കിൽ ദേവേന്ദ്രൻ എൻ്റെ വേഷം ധരിച്ച് നിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ നിനക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. നീ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. കാരണം നീ ഒരു പക്ഷേ മനസ്സുകൊണ്ട് ദേവേന്ദ്രൻ്റെ സൗന്ദര്യത്തിന് വശമ്മതയായി, അല്ലെങ്കിൽ ദേവേന്ദ്ര സൗന്ദര്യത്തിൽ മോഹിതയായി. എന്നിലില്ലാത്ത സുഖാനുഭൂതികൾ നീ ദേവേന്ദ്രനിൽ നിന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് നീ സ്വയം ഒരു എതിർപ്പും കൂടാതെ ദേവേന്ദ്രൻ്റെ ഹിതത്തിന് വശമ്മതയായത്. അതിനാൽ തന്നെ എൻ്റെ പത്നിയായിരിക്കുവാൻ നീ യോഗ്യതയുള്ളവളെ അല്ല. പത്നി ആരോടും കർത്തവ്യവും കടമയും കാട്ടിയില്ലെങ്കിലും സ്വന്തം പതിയോട് കാട്ടണം. വിവാഹം കഴിക്കുന്നവരെ തൻ്റെ മാതാവിനോടും പിതാവിനോടും, വിവാഹശേഷം പതിയോടും, പതി പ്രാണനോടെ ഇരിക്കുന്നത് വരെ പതിയോട് കൃത്യമായ ആത്മാർത്ഥതയും നന്ദിയും കൂറും കാട്ടുന്നവളാണ് ഭാര്യ. അതുപോലെ തന്നെ താൻ ജീവനോടിരിക്കുന്നത് വരെ, തൻ്റെ പത്നി ജീവനോടിരിക്കുന്നത് വരെ കൃത്യമായ നന്ദിയും കൂറും പ്രകടിപ്പിക്കുന്നവനാണ് ഉത്തമനായ പതിയും. അതുകൊണ്ട് തന്നെ നീ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. നീ ചെയ്ത അധർമ്മത്തിൻ്റെ പരിണിതഫലം നീ തന്നെ അനുഭവിക്കണം. നിന്നിൽ നിന്നുണ്ടായ മനചാഞ്ചല്യത്തിൻ്റെ ശിക്ഷ നീ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് ഞാനിതാ നിന്നെ ശപിക്കുകയാണ്. ഗൗതമ മഹർഷിക്ക് വേണമെങ്കിൽ ഉപേക്ഷിക്കാമായിരുന്നു. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ എപ്പോൾ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ അതിനൊന്നും വിശാല ഹൃദയനെ അദ്ദേഹം സമ്മതിച്ചില്ല. തെറ്റ് സ്വാഭാവികമാണ്. ആ തെറ്റിനുള്ള ശിക്ഷ, പ്രായശ്ചിത്തം എന്തു ചെയ്യണം? നിന്നെ ഞാനിതാ ശിലയായി പോകട്ടെ എന്ന് ശപിക്കുന്നു എന്ന് പറഞ്ഞാൽ, ശിലയെന്ന് പറഞ്ഞാൽ കല്ലായി പോകുന്നു എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഏകാന്തതയോടുകൂടി കഴിയേണ്ടി വരുന്നത്, യാതൊരു വിധമായ ബന്ധവുമില്ലാതെ, അന്യരുമായി യാതൊരു വിധമായ എന്തിന് സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാതെ, ഏകയായി സ്വസ്ഥമായ ഇതര ചിന്തകളില്ലാതെ ഒരിടത്ത് കഴിയേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ നീ കല്ലിന് തുല്യമായി മാറട്ടെ, ചലിക്കാതെ നിശ്ചലയായിരിക്കുന്ന തലത്തിലേക്ക് എത്തട്ടെ എന്ന് ശപിക്കുമ്പോൾ, എന്നാണ് എനിക്കിതിൽ നിന്ന് മുക്തി കിട്ടുന്നത്? അറിയാതെ ചെയ്ത് അപരാധം പൊറുക്കണം. അങ്ങക്കല്ലേ എന്നോട് ക്ഷമിക്കാൻ കഴിയുള്ളൂ. അങ്ങയല്ലേ എൻ്റെ പതി. പത്നി തെറ്റു ചെയ്താൽ അത് പൊറുക്കുവാനും ക്ഷമിക്കുവാനും കഴിയുന്നവനല്ലേ പതി. അതുകൊണ്ട് അങ്ങയാണ് എൻ്റെ നാഥൻ, അങ്ങയാണ് എൻ്റെ സർവസ്വം. അതുകൊണ്ട് അങ്ങേ എന്നോട് പൊറുക്കണം, ഒരവസരം കൂടി എനിക്ക് തരണമെന്ന് ഗൗതമൻ്റെ പാദങ്ങളിൽ വീണ് മാപ്പിരക്കുന്ന അഹല്യയോട് ഗൗതമ മഹർഷി പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ ചെയ്ത അധർമ്മം എന്ന് നിന്നെ വിട്ടൊഴിയുന്നുവോ, ആ നിമിഷം സംജാതമാകുമ്പോൾ രഘുകുല തിലകമായി സച്ചിദാനന്ദ സ്വരൂപനായ നാരായണൻ ദശരഥപുത്രനായ അയോധ്യയിൽ അവതരിക്കുകയും വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ഈ പ്രദേശത്തേക്ക് ശ്രീരാമചന്ദ്രൻ എത്തുകയും ആ ശ്രീരാമചന്ദ്രൻ്റെ പാദപത്മങ്ങൾ എന്നു നിന്നിൽ പതിയുന്നുവോ അന്ന് നിനക്ക് പരിപൂർണമായ മുക്തിയെ കിട്ടും. അന്ന് വരെ നീ ഏകാന്തതയായി, ഏകമനസ്കയായി, ഇതര ചിന്തകൾ അല്പം പോലുമില്ലാതെ പരിപൂർണമായ പശ്ചാത്താപ ചിത്തയായി സ്വസ്ഥമായ ധ്യാനാവസ്ഥയിലേക്ക് കഴിയൂ. കല്ലിനു തുല്യമുള്ള അചലമായ തലത്തിലേക്ക് നീ എത്തപ്പെടണം. അതുമാത്രമാണ് നിനക്കുള്ള പരിഹാരം എന്ന് പറയുമ്പോൾ തൻ്റെ ഭർത്താവ് അപ്പോഴും തന്നെ അദമ്യമായി സ്നേഹിക്കുന്നു. തൻ്റെ സാമീപ്യം അദ്ദേഹം വീണ്ടും ആഗ്രഹിക്കുന്നു. എന്നാൽ താൻ ചെയ്ത മഹാപാപത്തിനുള്ള ശിക്ഷ അദ്ദേഹം വിധിച്ചിരിക്കുന്നത് സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും താനത് സ്വീകരിക്കുവാൻ എന്തുകൊണ്ടും ബാധ്യസ്ഥതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നൽകുന്ന ആ ശിക്ഷ യഥാവിധി പൂർത്തീകരിച്ച് സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ പാദപത്മങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു അഹല്യാദേവി. ആ ദേവിയുടെ പാദപത്മങ്ങളിലേക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ തൃക്കൈകൾ വെച്ച് അനുഗ്രഹിച്ചതോടുകൂടി ആ കുറേ കാലങ്ങളായി അമ്മ അനുഭവിച്ച ഏകാന്തതയും താപസിക്ക് തുല്യമായ തലത്തിൽ നിന്നും അമ്മ അനുഗ്രഹീതമായ തലത്തിലേക്ക് എത്തുന്നു. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും കഥാസാരവും. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് തെറ്റ് ചെയ്യാതെയല്ല ഗൗതമൻ ശപിച്ചത്.
ഗൗതമൻ ശ്രമിച്ചത്, ഗൗതമൻ്റെ വേഷം ധരിച്ച് ദേവേന്ദ്രൻ വന്നു, അതുകൊണ്ട് അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയതാ, തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് എന്ന ന്യായവാദങ്ങളൊക്കെ പറയാമെങ്കിലും അതിന് യാതൊരുവിധ യുക്തിയുമില്ല എന്ന് ഗൗതമനല്ല, അഹല്യക്കല്ല, ദേവേന്ദ്രനല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ഓരോ ഭർത്താവിനും ഭാര്യയ്ക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവും അറിവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാമായണം നമ്മളുടെ കഥയാണ്. നമ്മുടെ ജീവിതം ഐശ്വര്യകരമായി നടക്കുമ്പോൾ അത്തരത്തിൽ ഐശ്വര്യകരമായി നടക്കുന്ന പതി-പത്നി ബന്ധത്തെ നശിപ്പിക്കുവാനും അതിലേക്ക് നുഴഞ്ഞു കയറി തൻ്റെ ശരീരസുഖം നേടുവാനും അധർമ്മികളായ പലരുമുണ്ടാകും. അതൊരുപക്ഷെ സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികൾ പോലും, ജ്ഞാനത്തിൻ്റെ നിറകുടങ്ങളായ വ്യക്തികൾ പോലും ഇത്തരത്തിൽ പരസ്ത്രീക്ക് പിന്നാലെയും പരപുരുഷൻ്റെ ഭാര്യയ്ക്ക് പിന്നാലെയും പരക്കം പായുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്തുവാൻ ഈ ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ ശ്രദ്ധയോടും ബുദ്ധിയോടും വിവേകത്തോടും പെരുമാറേണ്ടത് ഓരോ ഭാര്യമാരാണ്. കാരണം ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട്, തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയവനോട് നന്ദിയും കൂറും കാണിക്കുന്നവൾ മാത്രമാണ് ഭാര്യ. അതുപോലെ തന്നെ ഭാര്യ ഒരു തെറ്റ് ചെയ്താൽ ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയുന്നതാണെങ്കിൽ അത് പൊറുക്കുവാനും ക്ഷമിക്കുവാനുള്ള മനസ്സ് കാട്ടുന്നവനും തൻ്റെയോ തൻ്റെ ഭാര്യയുടെയോ മരണം വരെ പരിപൂർണമായ സംരക്ഷണം ഒരുക്കുന്നവനുമാണ് ഉത്തമനായ പതി. ഇത്രയുമൊക്കെ പറയുമ്പോഴും നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ പ്രകാരം ഒന്നും സംഭവിക്കണമെന്നില്ല. ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ തല്ലുവാനോ കൊല്ലുവാനോ ഉപേക്ഷിക്കുവാനോ ഡൈവേഴ്സ് ചെയ്യുവാനോ ഒക്കെ ശ്രമിക്കും. കാരണം നമ്മൾ ആരും തന്നെ ഗൗതമ മഹർഷിയുടെയോ അഹല്യാദേവിയുടെയോ തലത്തിൻ്റെ അയലത്ത് പോലും എത്തുന്നവരല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. പക്ഷേ രാമായണം അതല്ല പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ നമസ്കാരം.